ഗുഡ് മോർണിംഗ്. അപ്പം പതിവുപോലെ രാവിലെ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറ് വേവിക്കാനായിട്ട് കലം വെച്ചായിരുന്നു. അപ്പോഴാണ് തലേദിവസം ചപ്പാത്തി മേടിച്ചായിരുന്നു രാവിലത്തേക്ക്. അപ്പോൾ അതിന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ട വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ, ആ കലം മാറ്റിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ എടുത്ത് റെഡിയാക്കി. അപ്പോഴത്തേനും മുട്ട വെന്ത് കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ പാല് ഞാൻ മാറ്റി വെച്ചു, പിള്ളേർക്കുള്ള പാല്. അത് കഴിഞ്ഞ് ചായ റെഡിയാക്കി. അത് കഴിഞ്ഞ് ചോറുകലം ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ മുട്ടക്കറിക്ക് വേണ്ടി ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി റെഡിയാക്കുവാണേ. ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സാധാരണ ഒരു മുട്ടക്കറി. പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് വഴറ്റി തക്കാളി ഇട്ട് ലാസ്റ്റ് മുട്ടയിട്ട് നമ്മൾ മുട്ടക്കറി. ഞാനിപ്പം മുട്ട അതിൽ 2 കളറുണ്ട്, ഒന്ന് ബ്രൗൺ കളറും വെള്ള കളറും. വെള്ള കളർ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. മറ്റത് ഞങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ട്, കോഴിയിട്ട മുട്ടയാണ്. അപ്പോൾ അത് എല്ലാവരും എടുക്കില്ല. അപ്പോൾ അത് പിള്ളേർക്ക് കൊടുക്കാൻ മാത്രം. അവരാകുമ്പോൾ അറിയത്തില്ല, അവർക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ മഞ്ഞ കഴിക്കില്ല. അപ്പം മഞ്ഞ കഴിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ അറിയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. മഞ്ഞയ്ക്ക് ഇച്ചിരി കളറ് കൂടുതലാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ടയ്ക്ക്. അപ്പം അതുകൊണ്ട് അവർക്ക് 3 ഇട്ട് ബാക്കി എല്ലാവർക്കും നമ്മൾ കടയിലെ മുട്ടയാണേ. അത് കഴിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കറി മസാലയൊക്കെ ഇട്ട് ഉള്ളി വഴറ്റി മസാല മൂപ്പിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇനി തക്കാളി ഇടും. പൊടികളിട്ടതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇടാറ്. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പൊടികളിട്ടതിന് ശേഷം തക്കാളി ഇടുമ്പം നമ്മുടെ എരിവെല്ലാം നല്ല ബാലൻസ്ഡായി കിട്ടുമെന്ന്. പക്ഷേ ചില കറികൾക്കൊക്കെ എനിക്ക് ബാലൻസ്ഡായി കിട്ടും, ചിലതിലൊക്കെ നല്ല എരി കാണും കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് മുട്ടയൊക്കെ ഇട്ട് സെറ്റായി. ഇനി അതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ചുടണം. മൂത്ത ആൾക്ക് 2 ദിവസം മുന്നേ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു. മൂത്ത ആളുടെ നദാനിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്കൊരു വ്ളോഗ് ആക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഇല്ല. ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ്, ഞങ്ങളുടെ 4 പേരുടെ മാത്രം കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാവരും കണ്ടു നോക്കണം. കുറച്ച് 1-2 ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ, ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുക. ആൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ചപ്പാത്തിയാണ്. ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ബ്രെഡാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഇന്നലെ തലേദിവസം ബ്രെഡും മുട്ടയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ലേറ്റായിട്ട് എണീറ്റാൽ മതിയായിരുന്നു. ഞാൻ ഇന്നിപ്പോൾ എണീറ്റപ്പോഴത്തേനും 6:30 മണിയായി. ഒരു 7 മണിക്കൊക്കെ എണീറ്റാലും മതി. ബ്രെഡ് ചൂടാക്കി മുട്ടയും വറുത്താൽ മതിയല്ലോ. പിന്നെ ചോറിൻ്റെ കാര്യം പിന്നെയല്ലേ. ഇന്ന് കുറച്ച് നേരത്തെ അത്ര നേരത്തെയൊന്നുമല്ല എന്നാലും. നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ റെഡിയായി. അത് കഴിഞ്ഞ് മോൾക്ക് സ്കൂളിൽ ലഞ്ചൊക്കെ കൊടുത്തു വിട്ട് അവർ പോയി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇളയാൾക്കും അവിടെ ചപ്പാത്തിയൊക്കെ കൊടുത്ത് റെഡിയാക്കി ഇരുത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടതിന് ശേഷം ഞാൻ പുറത്തോട്ട് അടുക്കളയിലോട്ട്. ഉച്ചത്തേക്ക് ഞാൻ ഓൾറെഡി പരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നോൺ വെജ് ഒന്നും എടുത്തില്ല, പരിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചിട്ട് ബാക്കി ജോലി തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും കഴിക്കാനായിട്ട് ഒരു 3 ചപ്പാത്തിയും ഇച്ചിരി കറിയൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോഴത്തേനും മഴ തുടങ്ങി. ഭയങ്കര വലിയ മഴയൊന്നുമല്ല, ചെറിയൊരു ചാറ്റൽ മഴയാണ്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മീൻ കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് നെത്തോലി ഞാൻ വാങ്ങിച്ചു, ഒരു 50 രൂപയ്ക്ക് മാത്രം കുറച്ച്. അങ്ങനെ ആ നെത്തോലിയും വാങ്ങിച്ചു. ഇനി ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു പാത്രങ്ങളെല്ലാം കഴുകി നല്ലപോലെ ഒതുക്കിയിട്ട് നമുക്ക് മീൻ വെട്ടാനായിട്ട് ഇരിക്കാമെന്ന് വെച്ചു. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ വെച്ച് എന്തായാലും ഞാൻ പരിപ്പ് ഓൾറെഡി വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പ് ജസ്റ്റ് മുളക് പൊടിയൊക്കെ ഇട്ടെടുത്തു. നമുക്ക് മീനും വറുത്ത് എന്തായാലും മോര് കാച്ചണം. കുറച്ച് നെത്തോലിയല്ലേ ഉള്ളൂ. അത്
മീനും വറുത്തിട്ട് നമുക്ക് കുറച്ച് മോരും കാച്ചാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടായിരുന്നു ഇന്ന്. സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി ഒതുക്കുന്നത്, കാരണം ഇന്ന് ലേറ്റ് ആയല്ലോ എണീറ്റപ്പോഴും. അപ്പം അതുകൊണ്ട് കഴുകാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ആദ്യം മുതലേ ഉള്ള പാത്രങ്ങളെല്ലാം കിടപ്പുണ്ട്. നിങ്ങൾ കാണുമ്പം നല്ല സ്പീഡിലാണ്, പക്ഷേ നല്ല സ്ലോയിലാണ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത കേട്ടോ. ഇനിയുണ്ട്, ഇനിയും പാത്രങ്ങളിപ്പോൾ വരും. അടുത്തൊരാൾ കഴിച്ചതിൻ്റെ പാത്രങ്ങളും, അത് ഞാൻ കഴിച്ച പാത്രമാണ് കേട്ടോ. കഴിച്ച പാത്രവും പിന്നെ ചപ്പാത്തി ഇട്ട് വെച്ചിരുന്ന കാസ്ട്രോളും എല്ലാം കഴുകി എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ വെട്ടാനായിട്ടിരിക്കാൻ പോകുന്നത്. വെട്ടാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നുള്ളി കളയുകയല്ലേ. അപ്പം മീനൊക്കെ നുള്ളിയെടുത്തു. അത് കഴിഞ്ഞ് ഞാനത് ഉടനെ തന്നെ നല്ലപോലെ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ. കുരുമുളക് പൊടി ഉണ്ട്, പൊടിയായിട്ടില്ല, കുരുമുളകായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് പൊടിക്കണം. അപ്പം രാവിലെ പൊടിക്കാനായിട്ടൊരു മടി. അപ്പം പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് പൊടിക്കാമെന്ന് വെച്ചു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. ഞാൻ കുരുമുളക് പൊടി തപ്പാൻ പോയതാണ്, പക്ഷേ ഇല്ലായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി പരിപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുളക്, നമ്മുടെ മീനും വറുത്ത് ഒരു മോരും കാച്ചണം. അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ, മോളുടെ ബർത്ത്ഡേയുടെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ സെറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് മൂത്ത ആൾ നദാനിയ, ഇളയാൾ നദാശ. അപ്പം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഒരു സെലിബ്രേഷനായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും അച്ചാച്ചൻ്റെ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി, അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് അവരുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ, കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്